പ്രൈസലോ ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം, കാനായിലെ കല്യാണം അല്ലേ, ഒരു കല്യാണ വീട്. അവിടെ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. അവർക്ക് എന്നാ പറ്റിയേ? വീഞ്ഞ് തീർന്നു പോയി. ഒരു കുടുംബത്തിൽ വീഞ്ഞ് തീർന്നു പോയി. അത് ആ കുടുംബത്തിനുണ്ടാക്കാവുന്ന അസ്വസ്ഥത എന്തെന്നും ബുദ്ധിമുട്ട് എന്തെന്നും പരിശുദ്ധ അമ്മ അറിഞ്ഞു എന്നാണ് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മുടെ കുടുംബത്തിന്റെ സ്വകാര്യതയിലും അകത്തളങ്ങളിലും നടക്കുന്ന, നമ്മൾ ആരോടും പറയാതെ പങ്കുവെക്കാതെ നമ്മുടെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന നമ്മുടെ തേങ്ങലകൾ അറിയുന്ന ഒരമ്മയുണ്ടെന്നുള്ളതാണ് ഈ പറയുന്നത്. അല്ല, നമ്മളൊക്കെ എന്തോരം പലരോടും പങ്കുവെക്കാതെയും ഷെയർ ചെയ്യാതെയൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മുടെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ മാത്രമായിട്ട് നമ്മൾ ഒതുക്കിക്കൊണ്ട് നടക്കുന്നത്. അപ്പൊ അത്രമാത്രം ചില ഭാരം നമ്മളൊക്കെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഒരു കുടുംബത്തിന്റെ ഉള്ളിൽ, ആ കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ ഉണ്ടായി അമർത്തി വെച്ച ഒരു തേങ്ങല്, ഒരു ഭാരം, ഒരു വേദന പരിശുദ്ധ അമ്മ അറിഞ്ഞു എന്നുള്ളതാണ് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാനായിലെ കല്യാണ വീട്ടിൽ നടന്നത്. ചില അത്ര കണ്ട് നമ്മളെ അങ്ങോട്ട് ഭാരപ്പെടുത്തുന്ന ചില കുടുംബത്തിന്റെ അവസ്ഥയൊക്കെ ഇതൊക്കെ പുറത്തു പറയാൻ പറ്റാത്ത രീതിയിൽ വല്ലാതെ തളർത്തുന്ന ചില സാഹചര്യങ്ങളുണ്ടാകാം. വല്ലാതെ മനസ്സ് മുറിയും. നീ കഴിഞ്ഞ ദിവസം ഒരു കൗൺസിലിങ്ങിന് വന്ന, കല്യാണം കഴിഞ്ഞിട്ട് അധികം നാളായില്ല. ഈ കെട്ടിക്കയറി വന്ന പെങ്കൊച്ചിന് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. അവൾ ആ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിയിട്ടൊന്നുമില്ല. പിന്നെ അവൾ എന്തിനു കല്യാണം കഴിച്ചെന്ന് ചോദിച്ചപ്പോ അപ്പൻ പറഞ്ഞ ഈ കല്യാണത്തിന് അവൾ സമ്മതിക്കുവാണെങ്കിൽ അവളുടെ അക്കൗണ്ടിൽ 20 ലക്ഷം രൂപ അപ്പൻ ഇടാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അവള് നോക്കിയപ്പോ കല്യാണത്തിന് നിന്ന് കൊടുത്ത് ഞാൻ 20 ലക്ഷം രൂപ കിട്ടിയ 20 ലക്ഷമായിട്ട് മറ്റവന്റെ കൂടെ അവനും കുഴപ്പമില്ല. അവനോട് ചോദിച്ചപ്പോഴേ അവനും കുഴപ്പമില്ല, നീ വേണമെങ്കിൽ കെട്ടിക്കോ, അത് കഴിയുമ്പോ പയ്യെ പോരെ. ആ കുടുംബം അനുഭവിക്കുന്ന വേദന, ഭാരം എന്തെന്ന് ആ കുടുംബത്തിന്റെ അവസ്ഥയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്ന് പറയുന്ന പോലെ ഈ കാനായിലെ കല്യാണ വീട്ടിൽ അതിന്റെ അകത്തളത്തിൽ നടന്ന, ആ കുടുംബത്തിൽ മാത്രമായി പുറത്തു പറയാൻ പറ്റാത്ത രീതിയിൽ നടന്നൊരു ഭാരമുണ്ട്, ഒരു വേദനയാണ്, വല്ലാത്തൊരു, അങ്ങനെ പുറത്തു പറയാതെ അമർത്തി വെച്ച ഒരു സങ്കടം, ഒരു തേങ്ങലാണ് പരിശുദ്ധ അമ്മ അറിയുന്നേ. എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ നമ്മൾ ആരോടും പറയാതെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടക്കുന്ന ചില സ്വകാര്യ ദുഃഖങ്ങളുണ്ടല്ലോ, വേദനകളുണ്ടല്ലോ, സങ്കടങ്ങളുണ്ടല്ലോ, ഇത് അമ്മ അറിയുന്നുണ്ട് എന്നുള്ള സത്യം കൂടിയുണ്ട്. അമ്മ എന്നാ പറഞ്ഞേ? അമ്മ പറഞ്ഞു അല്ലെ, പറയാതെ തന്നെ ആ കുടുംബത്തിന്റെ വിഷയം പറയാതെ തന്നെ അമ്മ അറിഞ്ഞില്ലേ? അമ്മ മകനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, പരിഹരിക്കണമെന്ന്. അമ്മയും മകനും ചേർന്ന് പരിഹരിക്കാനുള്ള പ്രശ്നങ്ങളെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ളൂ. ജപമാല എന്ന് പറയുന്നത് എന്താണ്? മറ്റൊരു വാക്യം പറഞ്ഞ് ഇത് തന്നെയാണ്. പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടിലിരുന്ന് അല്ലേ ഈശോയെ, രക്ഷാകര രഹസ്യങ്ങളെ ധ്യാനിക്കുക. മറ്റൊരു വാക്യം പറഞ്ഞാൽ, ഒരു ജപമാല പ്രാർത്ഥന കുടുംബത്തിൽ ഒരുമിച്ചിരുന്ന് ചൊല്ലിയാൽ തീരാനുള്ള പ്രശ്നങ്ങളെ നമ്മുടെ കുടുംബത്തിലുള്ളൂ എന്ന്. പരിശുദ്ധ അമ്മയും ഈശോയും ചേർന്നാൽ പരിഹരിക്കാനുള്ള പ്രശ്നങ്ങളെ എല്ലാ കുടുംബങ്ങളിലും ഉള്ളൂ. ചേർത്ത് നിർത്തണമെന്നുള്ളൂ. എത്രയോ പേരാണെന്നറിയാവോ ഇങ്ങനെ നിരാശപ്പെട്ടും ആകുലപ്പെട്ടും സ്വയം ശപിച്ചും പരാതി പറഞ്ഞും പരിഭവം പറഞ്ഞും ഒക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആരും മനസ്സിലാക്കുന്നില്ല, ആരും സ്നേഹിക്കാനില്ല, ആരും എന്നെ അറിയുന്നില്ല, എന്നെ ആർക്കും വേണ്ട എന്നൊക്കെയുള്ള ചില ആന്തരിക മനുഷ്യനേറ്റ മുറിവിന്റെ ജീവിതക്രമത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ നമുക്ക് വലിയൊരു പ്രതീക്ഷയാണ്, വലിയൊരു പ്രത്യാശയാണ്. അതാണ്, നമുക്കൊരു അമ്മയുണ്ട് സ്വർഗത്തിൽ, നമുക്കൊരു അമ്മയുണ്ട്. ഭൂമിയിൽ ഒരു അമ്മയുള്ളത് പോലെ തന്നെ സ്വർഗത്തിൽ പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ പുത്രനോടൊപ്പം നമുക്കൊരു അമ്മയുണ്ടെന്ന്. അമ്മയുടെ മാധ്യസ്ഥത്തിൽ നമുക്ക് ആർക്കും കൺഫ്യൂഷൻ ഇല്ല. അമ്മയുടെ മാതൃക അനുകരിക്കുന്നതിൽ നമുക്ക് കൺഫ്യൂഷനൊന്നുമില്ല, പക്ഷെ ചെയ്യാറില്ലെന്നേ ഉള്ളൂ അല്ലേ. അമ്മയുടെ മാതൃക, മാധ്യസ്ഥ ശക്തി നമ്മൾ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അമ്മയുടെ മാതൃക, അമ്മ തൻ്റെ ജീവിതത്തിൽ പുലർത്തിയ ശക്തമായ ചില ജീവിത മാതൃകയുണ്ട് സുവിശേഷത്തോട് ബന്ധപ്പെടുത്തി. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 28 മുതലുള്ള വചനങ്ങളൊന്ന് വായിച്ചേ. ദൂതൻ അവളുടെ അടുത്ത് വന്നു പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥം എന്നവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട,
ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. ശ്രദ്ധിക്കണേ, ഇവിടെ വലിയ പ്രായമൊന്നുമില്ലാത്ത വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന പെൺകുട്ടിയുടെ അടുത്ത് കർത്താവിന്റെ ദൂതൻ വന്നിട്ട് പറയുകയാണ്, എന്താണ്? നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ഇതിനു മുമ്പ് കൃപ കണ്ടെത്തിയിരിക്കുന്ന അമ്മ അസ്വസ്ഥപ്പെടാൻ തുടങ്ങി. അസ്വസ്ഥപ്പെട്ടു തന്നെ വചനെഴുതുന്നത്. അസ്വസ്ഥപ്പെടാൻ തുടങ്ങി, ഭാരപ്പെടാൻ തുടങ്ങി. എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥമെന്ന് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ അസ്വസ്ഥപ്പെട്ട് ഭാരപ്പെട്ട് നിൽക്കുന്ന സമയത്ത് കൂടുതൽ ഭാരമുണ്ടാക്കുന്ന അടുത്ത വാക്യം വരികയാണ്. എന്താണ്? നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കാൻ പോവാ. നിങ്ങളൊന്ന് ആലോചിക്കണം, ഈ പരിശുദ്ധ അമ്മയുടെ ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അല്ലെ? ആ സമൂഹത്തിന്റെ പ്രത്യേകതയാണ് വ്യഭിചാരത്തിൽ പിടിക്കപ്പെടുകയോ ഇങ്ങനെ ഏതെങ്കിലും കാര്യത്തിൽ പിടിക്കപ്പെടുകയോ ചെയ്താൽ അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം. അപ്പൊ അത്രയും സങ്കീർണമായൊരു പ്രശ്നത്തിന്റെ മുമ്പിലാണ് അമ്മ നിൽക്കുന്നത്. ഓക്കെ, കർത്താവിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, ഇതെല്ലാം ശരിയാണ്. എന്നാലും നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് മാനുഷികമായ വൈകാരികതകളും നമ്മുടെ സമൂഹം അടിച്ചേൽപ്പിച്ചിട്ടുള്ള ചില വിഷയങ്ങളും ചില ചുറ്റുപാട് നിൽക്കുന്ന ചില അർത്ഥതലങ്ങളൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അമ്മയുടെ ഉള്ള് വല്ലാതെ പിടഞ്ഞിട്ടുണ്ട്, അസ്വസ്ഥപ്പെട്ടിട്ടുണ്ടാകും. നമുക്ക് ചിന്തിക്കാൻ പറ്റാവുന്നതിനപ്പുറം. അതുകൊണ്ടാണ് അവൾ അസ്വസ്ഥയായി എന്ന് തന്നെ വചനം എഴുതി വെച്ചിരിക്കുന്നത്. അവൾ വല്ലാതെ അസ്വസ്ഥപ്പെട്ടു. കാരണം എന്താ? ഒരു കഠിനമായ ജീവിത അനുഭവത്തിന്റെ മുമ്പിൽ നിൽക്കുക. ആര് പറഞ്ഞാലും വിശ്വസിക്കാത്ത, ആര് കേട്ടാലും അംഗീകരിക്കാത്ത, എല്ലാവരാലും കുറ്റപ്പെടുത്തപ്പെടാൻ പോകുന്ന, പരിഹസിക്കപ്പെടാൻ പോകുന്ന, മാറ്റി നിർത്തപ്പെടാൻ പോകുന്ന, കളിയാക്കപ്പെടാൻ പോകുന്ന ഒരു ജീവിത സാഹചര്യത്തിൽ അമ്മ നിൽക്കുക. എത്രമാത്രം ഉള്ളു പിടയുന്നുണ്ട്, എത്രമാത്രം ചങ്ക് വേദനിക്കുന്നുണ്ട്. പുറമെ ഓക്കെ കർത്താവിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ഒരു യഹൂദ സ്ത്രീ കാത്തിരുന്ന സ്വർഗത്തിന്റെ സ്വരം അവൾ കേട്ടുവെങ്കിൽ പോലും ഉള്ളിൽ ഒരു മനുഷ്യ സ്ത്രീ എന്ന രീതിയിൽ അവൾ അനുഭവിക്കുന്ന ഒരു ഭാരമുണ്ട്, ഒരു വേദനയുണ്ട്. അതാരോട് പറയാനാ? അതാരോട് പങ്കുവയ്ക്കാനാ? ആർക്ക് മനസ്സിലാക്കാൻ പറ്റും? ഞാൻ ഈ അടുത്ത കാലത്ത് ഒന്ന് പുറത്തു പോയായിരുന്നു. അപ്പൊ അതിനു മുമ്പ് നടന്ന ഒരു ധ്യാനം, താമസിച്ചൊരു ധ്യാനം, അവസാനത്തെ ക്ലാസ് കഴിഞ്ഞപ്പോഴേ ഞാൻ പോകേണ്ട ഒരു ആവശ്യം വന്നു. അപ്പോൾ കുറച്ച് പിള്ളേർ കാണാനുണ്ടായിരുന്നു, ധ്യാനത്തിന് വന്നവർ. അപ്പോൾ അവർക്ക് അന്ന് കാണും. അപ്പോൾ ഞാൻ പറഞ്ഞു വേഗം ഓരോരുത്തർ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്നു. ഒരു 3 പിള്ളേർ അടുപ്പിച്ച് വന്നു. ആദ്യത്തെ ആ പെങ്കൊച്ചിനെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവളുടെ വിഷയം 3 വർഷമായിട്ട് സ്നേഹിച്ചുകൊണ്ടിരുന്ന പയ്യൻ അവളെ ഇട്ടിട്ട് പോയി. ആ പോയതോടുകൂടി അവളുടെ കിളി പോയി, അവന്റെ കൂടെ പോയി. വേറെ 2 എണ്ണന്മാർ, ഒരുത്തൻ 5 വർഷവും ഒരുത്തൻ 3 വർഷമായിട്ടൊക്കെ സ്നേഹിച്ച പെമ്പിള്ളേര് ഇവന്മാരെ ഇട്ടിട്ട് വേറെ മാരുടെ പുറകെ പോയി. ഈ പെങ്കൊച്ച് മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുമോ? കൊണ്ടുവരുമ്പോ 2 പ്രാവശ്യം സൂയിസൈഡിന് വീട്ടിൽ അറ്റംപ്റ്റ് നടത്തി. വീട്ടിൽ നിർത്തിയപ്പോ അയലോക്കാരും ഹോസ്പിറ്റലുകാരൊക്കെ പറഞ്ഞ് ഈ പെങ്കൊച്ചിനോട് വല്ല കൗൺസിലിംഗ് കൊടുക്കാൻ പറഞ്ഞു. ഈ പെങ്കൊച്ച് വരുമ്പോ അപ്പൊ ഞാൻ ചോദിച്ചു, പെങ്കൊച്ചിന് എന്നെ വല്ല അസ്വസ്ഥ ഇങ്ങനെ വല്ലാതെ, അപ്പോഴാണ് ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ഹോസ്പിറ്റലിൽ വല്ലതും കൊണ്ടുപോയി. പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, മരുന്ന് കഴിക്കുന്നുണ്ട്, എല്ലാ ദിവസവും ഓരോ ഗുളിക വെച്ച് കഴിക്കുന്നുണ്ട്. ഇപ്പൊ ഈ വിഷയം തുടങ്ങിയിട്ട് 2 മാസമായി. അപ്പൊ എല്ലാ വഴികളും നോക്കിയിട്ട് ഒന്നും റെഡിയാകാത്തതുകൊണ്ട് ഇപ്പോഴും ഈ പങ്കുവച്ചിങ്ങനെ ഓഫായിട്ട് നിൽക്കുന്നതുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നില്ല, അടച്ചിട്ട മുറിയിൽ തന്നെ ഇരിക്കുന്ന, ആരോടും മിണ്ടുന്നില്ല, ആരോടും സംസാരിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവസാനം ആരോ പറഞ്ഞു പോലെ ധ്യാനത്തിന് കൊണ്ടുപോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പേരൻസ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ 2 ആൺപിള്ളേരുടെ അവസ്ഥ തന്നെ. ഒരു പയ്യനാണെങ്കിൽ പറഞ്ഞു, എൻ്റെ അച്ഛൻ എൻ്റെ സ്വപ്നത്തിൽ പോലും ഇല്ലായിരുന്നു, എൻ്റെ കുടുംബത്തിൽ അത്ര ഉത്തരവാദിത്വം എനിക്കുണ്ട്, അതുകൊണ്ട് എൻ്റെ മനസ്സിൽ പോലും ഇല്ലായിരുന്നു ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നു. പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ അതുപോലെ വിശ്വസിച്ചു. ഞാൻ അതുപോലെ വിശ്വസിച്ചു. വിദൂര ഭാവിയിൽ എൻ്റെ ഭാര്യയായി തന്നെ അവളെ കണ്ടുകൊണ്ടാണ് ഞാൻ അതുപോലെ സ്നേഹിച്ചത്. അതുകൊണ്ട് എൻ്റെ സ്നേഹം ആത്മാർത്ഥമായിരുന്നു അച്ഛാ. അതിനകത്ത് കള്ളമില്ലായിരുന്നു, ചതിയില്ലായിരുന്നു, ഒരു വഞ്ചനയില്ലായിരുന്നു. എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ അറിയില്ല അച്ഛാ. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ആകുമ്പോൾ, ഞങ്ങളുടെ കുടുംബം അങ്ങനെ, ഞങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാൻ അറിയത്തില്ല. ആരെങ്കിലും പറ്റിക്കുന്ന കാര്യമോ ചതിക്കുന്ന കാര്യം, വഞ്ചിക്കുന്ന അപ്പനോ അമ്മ, അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ ആ സ്നേഹവും ബന്ധവും ഐക്യമൊക്കെ അങ്ങനെയാണ്. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഇവ വഞ്ചിക്കപ്പെടുന്നത്. അപ്പൊ അവൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. അവൻ വല്ലാതെ മാനസികമായിട്ട് വിഷമിച്ചിട്ട് അവനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കുറച്ച് ദിവസങ്ങളായിട്ട് അവൻ ജോലിക്ക് പോയിട്ടില്ല. വീട്ടിന്റെ വരുമാന മാർഗങ്ങളും കാര്യങ്ങളൊക്കെ അവതാളത്തിലായി. 3ാമത്തെ പയ്യന് 7 വർഷമായിട്ട് കൊണ്ട് നടക്കുന്ന,
അവൾ വിട്ടിട്ട് പോയി. ഇത് യുവജനങ്ങളുടെ പ്രശ്നം. ഇനി മുതിർന്നവരുടെ പ്രശ്നം അതിനേക്കാൾ വലിയ പ്രശ്നമാണ്. ചിലപ്പോൾ ദാമ്പത്യത്തിൽ ജീവിത പങ്കാളിയിൽ നിന്നുണ്ടാകുന്ന വേദനയായിരിക്കാം, ചിലപ്പോൾ ഭർത്താക്കന്മാരിൽ നിന്നും ഭാര്യമാരിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നൊക്കെ ഏറ്റെടുക്കേണ്ടി വരുന്ന ചില കഠിനമായ ജീവിതാനുഭവങ്ങൾ. ഓക്കെ, വർഷങ്ങളായി വിവാഹം കഴിഞ്ഞ് 16 വർഷമായിട്ട് ഒരുമിച്ച് ദാമ്പത്യം ജീവിച്ച 16-ാം വർഷം അറിയുന്നത് സ്വന്തം മകള് അപ്പന്റെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അപ്പന് വേറൊരു ബന്ധമുണ്ടെന്ന്. 16 വർഷങ്ങൾക്കിപ്പുറം ആ സഹോദരിയും മാനസികമായിട്ട് വല്ലാതെ തളർന്നു. ഈ കഠിനമായി മനസ്സ് വിഷമിക്കുന്ന, അസ്വസ്ഥപ്പെടുന്ന ചില ജീവിത അനുഭവങ്ങൾ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയെ അവിടെ സ്റ്റക്കാക്കും. നമ്മുടെ വൈകാരിക മനുഷ്യനെ തകർത്ത് കളയും. നമ്മുടെ ആന്തരിക മനുഷ്യന് മുറിവുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരല്പം പോലും, ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോകാൻ പറ്റാതെ നമ്മൾ ഈ വിഷയത്തിന് മീതെ അസ്വസ്ഥപ്പെട്ട്, ആകുലപ്പെട്ട്, പരാതി പറഞ്ഞ്, പരിഭവം പറഞ്ഞ് നമ്മൾ ആ പ്രശ്നത്തിൽ തന്നെ കടന്ന് അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കും. ഇവിടെ പരിശുദ്ധ അമ്മ കേട്ടത് കർത്താവിന്റെ സ്വര. ഇത്രയും പ്രതിസന്ധികളുടെ നടുവിൽ വേറെ ആരുടെ സ്വര അമ്മ കേട്ടില്ല. അമ്മ കേട്ടത് ദൈവത്തിന്റെ സ്വരമാണ്. അമ്മ തിരിച്ചു ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ഹൗ ക്യാൻ ദിസ് ഹാപ്പൻ? ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ, സ്വാഭാവികമായ ചോദ്യം അല്ലെ, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ, ഇതെങ്ങനെ സംഭവിക്കും? നമ്മളാണ് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായി അസ്വസ്ഥപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മുടെ തന്നെ ഉള്ളിൽ നിന്നും ചില സ്വരങ്ങൾ വരും. ഓ, നിന്റെ ജീവിതം ഏതായാലും പോയി, തീർന്ന്. ഒരു പരീക്ഷ എഴുതി കിട്ടിയില്ല, തോറ്റുപോയി. 3 വട്ടം ജർമ്മൻ പരീക്ഷ എഴുതി, തോറ്റു. അതോടുകൂടി ഞാനിനി പരീക്ഷ എഴുതുന്നില്ല, ഞാനിനി പഠിക്കുന്നുമില്ല, ഞാൻ എല്ലാം അങ്ങോട്ട് അവസാനിപ്പിക്കാൻ പോണ്, ഞാനിനി പ്രാർത്ഥിക്കുന്നുമില്ല. ഇതാ പറയുന്നത്. ഇപ്പൊ 2-3 വട്ടം ചില വിഷയങ്ങള്, പരീക്ഷയോ ജീവിതവുമായി ബന്ധപ്പെട്ട ചില നിയോഗങ്ങള് അത് പൂർത്തീകരിക്കപ്പെടാതെ വരുമ്പോൾ അവസാനം നമ്മൾ കൊണ്ടെത്തുന്ന എവിടെയെന്നറിയാം, പോയിന്റ് ചെയ്യുന്ന എവിടെ? ഇനി ഞാൻ പ്രാർത്ഥിക്കാനും വിളിക്കണ്ട. ഒരു പങ്കുവെച്ച് ഹാരിസ്ബല്ലോ വന്ന് 3-4 ദിവസം ധ്യാനം കൂടാൻ വന്നത് തന്നെ അവൾ IELTS പരീക്ഷ എഴുതി. അമ്മ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യടി, നീ പോയി ഒരു ധ്യാനം കൂടാൻ പറഞ്ഞു. പുള്ളി ഇതിനു മുമ്പ് എഴുതി, റിസൾട്ട് വന്നപ്പോൾ തോറ്റുപോയി. അപ്പൊ അമ്മ ആ ചാൻസ് മുതലാക്കിയിട്ട്, ചില അമ്മമാർ അങ്ങനെയാണല്ലോ, അല്ലെങ്കിലും നീ പ്രാർത്ഥിക്കാത്ത കൊണ്ടാടി തോറ്റുപോയെന്ന് പറയും. തോറ്റുപോയത് പ്രാർത്ഥിക്കാത്തത് കൊണ്ട് മാത്രമാണോ നിർബന്ധമൊന്നുമില്ലല്ലോ. ദൈവത്തിന്റെ പദ്ധതി മറ്റൊന്നാണെങ്കിൽ ചിലപ്പോൾ തോറ്റുപോകാം. എത്ര പഠിച്ചാലും എത്ര പ്രാർത്ഥിച്ചാലും നമുക്ക് തോൽക്കാം, ദൈവഹിതം മറ്റൊന്നാണെങ്കിൽ. അപ്പൊ അവള് തോറ്റുപോയി. അപ്പൊ അമ്മ ഇങ്ങനെ കിടന്ന്, നീ പ്രാർത്ഥിക്കോ ഇല്ല, പള്ളിയിലും പോവുകയില്ല, പിന്നെ അങ്ങനെ നീ ജയിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവസാനം പറഞ്ഞു ധ്യാനം കൂടാൻ പറഞ്ഞു. അവസാനം അവള് വിചാരിച്ചെന്നാ പിന്നെ ഒരു ധ്യാനം കൂടെ, ഇനിയിപ്പോ ഞാൻ പ്രാർത്ഥിക്കാൻ എന്നിട്ടും പള്ളിയിൽ പോകാഞ്ഞിട്ടാണ് പാസ്സാകാത്തെങ്കിൽ അതും കൂടി ഒന്ന് പയറ്റേക്കാന്ന് വിചാരിച്ച് അവള് ഹാരിസ്ബല്ലോ ധ്യാനത്തിനൊക്കെ വന്നു. ധ്യാനത്തിന് മുമ്പ് പരീക്ഷ എഴുതി, ധ്യാനം കഴിഞ്ഞ് പിറ്റേ ആഴ്ച അവൾക്ക് റിസൾട്ട് കിട്ടും. 2 ആഴ്ച വെയിറ്റിംഗ് ടൈമുണ്ട്. പരീക്ഷ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന്, ധ്യാനവും കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ കൂട്ടുകാരികളുടെ 2 പേരുടെ റിസൾട്ട് വന്നു. എടി, നിന്റെ റിസൾട്ട് വന്നു എന്ന് ചോദിച്ചു. പറഞ്ഞില്ല, എൻ്റെ വന്നില്ല. ഞങ്ങളുടെ വന്നു കേട്ടോ, എന്നിട്ട് ഞങ്ങൾക്ക് കിട്ടി കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ അവർ സന്തോഷമായി. നിനക്ക് കിട്ടിയോന്ന് ചോദിച്ചു. അയ്യോടി, ഞാൻ നോക്കിയില്ല, എനിക്ക് അറിയില്ല, ഞാൻ നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞു. അവൾ നോക്കിക്കഴിഞ്ഞപ്പോ അവൾക്ക് കിട്ടിയില്ല. സന്തോഷമായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെയാണല്ലോ, മറ്റൊരാൾക്ക് കിട്ടിയില്ലെന്ന് പറയുമ്പോൾ നമുക്ക് വലിയ സന്തോഷമായിരിക്കും അല്ലെ. നമുക്ക് കിട്ടാതിരിക്കുകയും മറ്റുള്ളവർക്ക് കിട്ടുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് വിഷമമുണ്ടാകുന്നത്. ഇതിപ്പോ നമുക്ക് കിട്ടിയില്ല, ആ സങ്കടം മറ്റൊരാൾക്ക് കിട്ടിയില്ലെങ്കിൽ അതങ്ങോട്ട് പൊക്കോളൂ. അപ്പോഴേക്കും ഇവള് നോക്കിയപ്പോ അവർക്ക് 2 പേർക്കും കിട്ടി, ഇവൾക്ക് കിട്ടിയില്ല. ഇവള് അമ്മയുടെ അടുത്ത് വന്നിട്ട് ആദ്യം പറഞ്ഞാന്നറിയോ, ഇനി ആ ബാക്കി എനിക്കിപ്പോ ഇവിടെ ആൾക്കാരൊന്ന് പറയാൻ പറ്റുന്നുണ്ട്. തള്ള പറഞ്ഞിട്ടില്ലേ ഞാൻ ധ്യാനത്തിന് പോയേ, ധ്യാനം കൂടി ഇപ്പൊ അല്ലേ ശരിയാവെന്ന് പറഞ്ഞിട്ട് പോയതല്ലേ. എന്നിട്ട് ഇപ്പൊ എന്തായി? ധ്യാനവും കൂടാതെ വെറുതെ വീട്ടിലിരുന്നവർക്ക് അവര് പാസ്സായി. 3-4 ദിവസം അവിടെ പോയി എന്റെ നടു ഒടിഞ്ഞ് അവിടെ പോയിരുന്നു വന്നിട്ട് എനിക്ക് അവള് പറഞ്ഞു 3 പ്രാവശ്യം പരീക്ഷ എഴുതി തോറ്റു കഴിഞ്ഞപ്പോ അവള് ദൈവത്തോടുള്ള ബന്ധമാണ് തകർന്നത്. പിന്നെ ദൈവസ്വരം അവൾക്ക് കേൾക്കാൻ പറ്റാത്ത രീതിയിലായി. ഉണ്ടോ? നമ്മുടെയൊക്കെ പ്രശ്നം മനസ്സ് വല്ലാതെ ഭാരപ്പെടുമ്പോ ശരിക്കും അത്രമാത്രം നമ്മൾ കർത്താവിന്റെ സ്നേഹത്തിലല്ല എങ്കിൽ നമുക്ക് ഒരിക്കലും ദൈവസ്വരം കേൾക്കാൻ പറ്റില്ല. വലിയ പ്രശ്നമാണ്. അത്രമാത്രം നമ്മുടെ മനസ്സ് വല്ലാതെ കലുഷിതമായി അസ്വസ്ഥപ്പെട്ട് ഭാരപ്പെട്ട് നിൽക്കുന്ന സമയത്ത്
നമ്മൾ കർത്താവിന്റെ സ്നേഹവലയത്തിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്നില്ല എങ്കിൽ നമുക്ക് ഒരിക്കലും ദൈവസ്വരം കേൾക്കാൻ പറ്റില്ല. പിശാച് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ശക്തമായിട്ട് പിശാച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യും? ചില സമയത്ത് നമ്മുടെ കാതുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പിശാചിന്റെ സ്വരം. അതുകൊണ്ടാണ് പൈശാചികമായ ചില സ്വരങ്ങൾ കേൾക്കുന്നത് കൊണ്ടാണ് ചില അനുഭവങ്ങളിൽ ദൈവസ്വരം കേൾക്കാൻ പറ്റാതെ പോകുന്നതുകൊണ്ടാണ് ഇന്ന് പലരും നിരാശയ്ക്ക് അടിമപ്പെട്ടു പോകുന്നത്. എത്രയോ പേരാണ് നിരാശയിലേക്ക് വീണു പോകുന്നത്. ഇങ്ങനെ ഒരു അനുഭവത്തിൽ നിൽക്കുമ്പോൾ കർത്താവിന്റെ സ്വരം കേൾക്കും. മോളെ, നീ വിഷമിക്കണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. നിന്നെക്കുറിച്ചുള്ള ഒരു പദ്ധതി എന്റെ മനസ്സിലുണ്ട്. നിന്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണെന്ന് കർത്താവ് പറയുന്നത് എന്റെ കാതുകൾക്ക് അപ്പോൾ കേൾക്കാൻ പറ്റിയാൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലേ? പറ, പറ്റോ? ഞാൻ ഈ സമാനമായ അനുഭവത്തിലൂടെ കടന്നുപോയതാണ് കേട്ടോ. അതുകൊണ്ട് എനിക്കിത് പറയാൻ പറ്റും. ഇതിനേക്കാൾ കഠിനമായ ഒരു ഭാരത്തിലൂടെ ഞാൻ കടന്നു പോകുന്നത്. ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട അനീഷച്ചൻ കാരിസ്മയിലുണ്ടായിരുന്ന ഒരു വൈദികനാണ്. ഞങ്ങളൊരു 9 വർഷം ഒരുമിച്ച് ശുശ്രൂഷ ചെയ്താണ്. കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുമിച്ച് ഞങ്ങൾ 2 ശരീരം ഒരാത്മാവുമായിട്ട് ഒരേ ലക്ഷ്യത്തോടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന വൈദികരാണ്. അങ്ങനെയാണ് കൊറോണ വന്ന് കൊറോണ കാലത്ത് അച്ഛൻ അഡ്മിറ്റ് ആകുന്നതും കൊറോണ കൂടി അത് വല്ലാത്തൊരു അസ്വസ്ഥതയിലേക്കൊക്കെ എത്തി. ഒരു 10-19 ദിവസത്തോളം അച്ഛൻ ഹോസ്പിറ്റലൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്ത് അച്ഛൻ്റെ ജീവനറ്റ ശരീരമാണ് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയത്. അപ്പം എനിക്കത് വല്ലാത്തൊരു സങ്കടം, വല്ലാത്ത ദുഃഖം, ഉള്ളിൽ വല്ലാത്ത ദുഃഖം. നമുക്ക് നമ്മുടെ ഒരു കുടുംബാംഗം, നമ്മൾ അത്രയും സ്നേഹിച്ചിരുന്ന ഒരാൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോണ്ടാകുന്നൊരു ഭാരമുണ്ടല്ലോ. ആ ഭാരം അതും അനീഷിച്ചിന് ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ കിടന്ന സമയങ്ങളിലൊക്കെ രാവും പകലും ഒക്കെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ലിറ്ററലി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതല്ലെങ്കിൽ അങ്ങനെ കണ്ണുനീരൊഴുക്കിയുള്ള പ്രാർത്ഥനകളൊന്നും അതിനു മുമ്പ് പ്രാർത്ഥിക്കുമെന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കും. പക്ഷെ ലിറ്ററലി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കും. ഉറങ്ങാൻ പറ്റുന്നില്ല. കാരണം എന്താ? നമ്മുടെ സഹോദര വൈദികൻ വെന്റിലേറ്ററിൽ കിടക്കുക. പിന്നെ നമുക്ക് എങ്ങനെ ഉറങ്ങാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാനുമില്ല. ഒരു മനുഷ്യന്റെ നിസ്സഹായാവസ്ഥ ആകണേ. നമ്മളൊക്കെ ചില ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഇങ്ങനെ വെറുതെ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരും. ഒന്നും ചെയ്യാനില്ല. അനീഷിച്ച മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുക. നമുക്കാകെ ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ, കർത്താവിനെ വിളിക്കുക. ഇനി ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, അത്രേ ഉള്ളൂ. ഇപ്പോഴും നമുക്ക് വലിയ പ്രതീക്ഷയാണ്, നമുക്ക് വലിയ പ്രത്യാശ. എന്താണ്? നമ്മുടെ കർത്താവ് ഇടപെടും. കർത്താവ് അനീഷച്ചനെ സുഖപ്പെടുത്തി. അപ്പൊ അനീഷച്ചൻ സൗഖ്യപ്പെട്ട് തിരിച്ചു വരവിനായിട്ട് നമ്മൾ കാത്തിരുന്ന് രാവും പകലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഉറക്കമില്ലാതെ പ്രാർത്ഥിക്കുക. ഉറങ്ങാൻ പറ്റണില്ല. ലിറ്ററലി പറഞ്ഞാൽ ഉറങ്ങാൻ പറ്റണില്ല. കൂടപ്പുറപ്പ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ മക്കളൊക്കെ വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ, അതിസങ്കീർണമായ പ്രശ്നത്തിന്റെ നടുവിൽ കിടക്കുമ്പോൾ, എത്രയോ അമ്മമാര് വെന്റിലേറ്ററിന് മുമ്പിൽ രാവും പകലും ഭക്ഷണം പോലും കഴിക്കാതെ രാവിലെ പകലാക്കും പകലിനെ രാത്രിയാക്കിയൊക്കെ ഇരിക്കുന്ന അമ്മമാരുണ്ട്. എന്ന് പറയുന്നില്ല, കട്ടില കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. കാരണം എന്താ? മുഴുവൻ സമയം നമ്മളിങ്ങനെ 2-3 ഗ്രൂപ്പ് തുടങ്ങി. ജപമാലയെല്ലാം ഒരു ഗ്രൂപ്പ്, കരുണക്കൊന്തയ്ക്ക് ഒരു ഗ്രൂപ്പ്, 48 വൈദികരെ സെലക്ട് ചെയ്ത് കണ്ടിന്യൂസ് കുർബാനയുടെ ഒരു ഗ്രൂപ്പ്, അങ്ങനെയൊക്കെ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ എവിടെയെങ്കിലൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നമ്മളാണിത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്, രാവും പകലും മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഉറക്കമൊക്കെ പോയി, നമ്മുടെ ഉറക്കം പോയി, നമ്മുടെ പ്രഷർ വേരിയേഷൻ വന്നു, പിന്നെ ഉറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ. അങ്ങനെ ഒരു 10-19 ദിവസം കഴിഞ്ഞ് അനീഷിച്ച് മരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രഷർ നോർമലായി. പ്രഷറൊക്കെ നോർമലായി, നമ്മുടെ ഉറക്കം നോർമലായി. പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള ഭാരം, വേദന, ഒരു പെയിൻ ഉണ്ടല്ലോ, അത് നോർമലായില്ല. വല്ലാത്തൊരു സങ്കടം, വല്ലാത്തൊരു ഭാരം. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, എൻ്റെ സഹോദര വൈദികന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏറ്റവും അല്ലേ, നമുക്ക് എന്താണ് ഇനി ചെയ്യാനുള്ളത്? ഞാൻ വിചാരിച്ചു, നമുക്ക് ഒരു സഹോദര വൈദികൻ എന്ന നിലയിൽ, പിന്നെ ഒരു വൈദികൻ എന്ന നിലയിലും എനിക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന എൻ്റെ കൂടപ്പുറപ്പിന് വേണ്ടി ഒരു 30 ദിവസത്തെ ഗ്രിഗോറിയൻ കുർബാന ചൊല്ലി പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ അമ്മയും സഹോദരനും തൊട്ടടുത്തുണ്ടായിരുന്നു. അപ്പോൾ അവർ വൈകിട്ട് വരും. അപ്പം ഞാൻ രാവിലെ ചെയ്യുന്ന അപ്പം ഞാൻ ബഹുമാനപ്പെട്ട സുപ്പീരിയർ അച്ഛൻ കാരിച്ചനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് കുറച്ച് ദിവസം എന്നെ ഒന്ന് ഫ്രീ ആയിട്ട് വിടണം. പബ്ലിക് കുർബാനകളിലൊന്നും, അപ്പോൾ ഓൺലൈൻ കുർബാനകളൊക്കെ ഉണ്ട്, അപ്പോൾ കുർബാനകളിലൊന്നും ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്, കുർബാന ഇല്ലുന്നുണ്ട്. രാത്രികാലങ്ങളിൽ ഓൺലൈൻ ശുശ്രൂഷയുണ്ട്. ദുരിതകാലം സങ്കീർത്തനങ്ങളിലൂടെ എന്ന് പറഞ്ഞുകൊണ്ട് 150 സങ്കീർത്തനങ്ങൾ എല്ലാ ദിവസവും കൊറോണ കാലത്ത് ഓൺലൈൻ ധ്യാനങ്ങളുണ്ടായിരുന്നു. വൈകിട്ട് 9 മുതൽ 11 മണി വരെ സമയം. ഞാൻ പറഞ്ഞു, അത് ഞാൻ ഓൺലൈനിലൂടെ കയറിക്കോളാം, വേറെ ആരും ഇല്ലല്ലോ, ഞാൻ ചെയ്തോളാം. ബാക്കി പബ്ലിക്കിന് ആൾക്കാരെ കാണുകയോ ശുശ്രൂഷയൊന്നുമില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് അല്പം സമയം വേണം. ഞാൻ കടന്നു പോകുന്ന വേദന എന്തെന്ന് എനിക്ക് അറിയത്തുള്ളൂ. ഞാൻ കടന്നു പോകുന്ന സങ്കടം എന്തെന്ന്, ഭാരം എന്തെന്ന് ആർക്കും മനസ്സിലാകില്ല. അത്രമാത്രം ഒരു സങ്കടം
ഉള്ളിൽ കടന്ന് ഭാരം നമ്മളിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ കാരീച്ചൻ പറഞ്ഞു എത്ര ദിവസം വേണമെങ്കിൽ അച്ഛനെടുത്തോ, അച്ഛൻ ഒരു ടെൻഷനും വേണ്ട, അച്ഛൻ ഓക്കെ ആയി കഴിയും പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം മുതൽ എൻ്റെ ടൈം ടേബിൾ ഇങ്ങനെയായിരുന്നു. രാവിലെ അവിടെ ഒരു മധ്യസ്ഥ പ്രാർത്ഥന മുറിയുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് മധ്യസ്ഥ പ്രാർത്ഥന മുറി പോയി ദിവ്യകാരുണ്യ തുറന്നു വെച്ച് അവിടെ ഇരിക്കും. ചിലപ്പോൾ അവിടെ തന്നെ ഇരുന്ന് ഉറങ്ങും. കുറേ നേരം പ്രാർത്ഥിക്കും, ബൈബിൾ വായിക്കും, വീണ്ടും അവിടെ ഇരുന്ന് ഉറങ്ങും. വൈകിട്ട് ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ അച്ഛൻ്റെ അമ്മയും സഹോദരനും വരും. ഞങ്ങൾ 3 പേരും കൂടി അന്വേഷിച്ചതിന് വേണ്ടി കുർബാന ചെല്ലും. ബാക്കിയുള്ള സമയം അവിടെ ഇരിക്കും. ഒരു 9, 9:30, 10 മണിയൊക്കെ ആകുമ്പോഴേക്കും 9 മണിയാകുമ്പോഴേക്കും ഓൺലൈൻ ധ്യാനമാകും. ധ്യാനത്തിന് വേണ്ടി അവിടെ നിന്ന് പോകും. ധ്യാനം കഴിഞ്ഞ് കയറി കിടന്ന് ഉറങ്ങാം. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മുടെ ഉള്ളിൽ വല്ലാത്ത വേദന ഇങ്ങനെ തിങ്ങി കൂടി കുറയുന്നില്ല, വേദന കൂടുക, സങ്കടം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ആരെങ്കിലുമൊക്കെ അനീഷിച്ചിൻ്റെ കാര്യം പറയുമ്പോൾ ആന്ന് പറയുമ്പോൾ നമ്മുടെ ഈ 2 കണ്ണും ചാല് കീറിയതുപോലെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാകാൻ പറ്റുന്നുണ്ട് അത്രമാത്രം ഒരു സങ്കടം ഉള്ളിലുണ്ടല്ലോ എന്ന്. ഈ സങ്കടം ഉള്ളിൽ പേരിങ്ങനെ നിൽക്കുന്ന സമയത്ത് നോക്കണേ, നമ്മുടെ ബലഹീനതകളിൽ മുതലെടുക്കുന്നവനാണ് പിശാച്. നമുക്ക് എവിടെയൊക്കെ ഒരു ബലഹീനതയുണ്ടോ, നമുക്ക് എവിടെയൊക്കെ ഒരു ദൗർബല്യമുണ്ടോ, ഇതറിയാവുന്നവനായതുകൊണ്ട് നമ്മുടെ ബലഹീനതകളിൽ തന്നെ അവൻ അടിക്കും. ഇപ്പൊ ഞാൻ അത്ര കണ്ട് ബലഹീനനായി നിൽക്കുന്നു എന്ന് പിശാചിന് അറിയാവുന്നതുകൊണ്ട് ആ സമയത്ത് എൻ്റെ കാതുകളിൽ കേട്ടൊരു സ്വരമുണ്ട്. ഈ തമ്പുരാന്റെ കൂടെ ഇരിക്കുമ്പോഴും ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോഴും പിശാച് എൻ്റെ കാതുകളിൽ ശക്തമായിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാം, വിജിലച്ച നിനക്കിനൊരു ശുശ്രൂഷ ജീവിതം ഇല്ല, വിജിലച്ച നിനക്കിനൊരു ശുശ്രൂഷ ജീവിതം ഇല്ല. ഇത് തന്നെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ ഇതിൽ നിന്ന് പുറത്തു വരില്ല, ഈ ദുഃഖത്തിൽ നീ പുറത്തു വരില്ല, ഈ സങ്കടത്തിൽ നീ പുറത്തു വരില്ല, നിനക്ക് ഇനി മുന്നോട്ട് നിനക്കൊരു ശുശ്രൂഷ ജീവിതം ഇല്ല 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 എന്ന് ഇങ്ങനെ കാതുകളിൽ ഇങ്ങനെ പകൽ മുഴുവൻ ഇരിക്കുമല്ലോ, ഇങ്ങനെ അടിച്ചടിച്ച് പിശാച് പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ ഓൾറെഡി വൈകാരികമായിട്ട് തളർന്നും മനസ്സ് വിഷമിച്ചും അസ്വസ്ഥപ്പെട്ടും ഭാരപ്പെട്ട് നിൽക്കുന്ന സമയം, നമുക്ക് തന്നെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാതെ സങ്കടങ്ങളുടെ ആഴക്കടലിൽ മുങ്ങി നിൽക്കുന്ന സമയത്താണ് നമ്മൾ കേൾക്കുന്ന സ്വരവും കൂടി പിശാചിന്റെ സ്വരം. അതിങ്ങനെ കേൾക്കാൻ തുടങ്ങി. പിന്നെ കുറച്ച് അധികം നാളത്തെ ശുശ്രൂഷയുടെ ഒരു ഫലം കൊണ്ടാണോ വചനത്തിൽ ദൈവം നമ്മെ സംരക്ഷിച്ചതാണോ എന്ന് എനിക്കറിയില്ല. ആ സമയത്ത് ഇങ്ങനെ വരുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നും ഒരു സ്വരം പറയും, തോറ്റുകൊടുക്കരുത്, ഇപ്പോ നീ തോറ്റാൽ നീയില്ല, ഇപ്പൊ നീ ആ സ്വരം കേട്ടാൽ പിന്നെ നീയില്ല, ഇപ്പോൾ ആ സ്വരത്തിന് കീഴ്വഴങ്ങിയാൽ പിന്നെ വിജിലച്ച നിനക്കൊരു ശുശ്രൂഷ ജീവിതം ഇല്ല. അതല്ല അനീഷച്ചൻ ആഗ്രഹിക്കുന്നത്. ഇതെന്റെ ഉള്ളിൽ നിന്ന്. പക്ഷെ പുറമെ ഞാൻ ഇതിങ്ങനെ കേൾക്കുന്നു, ഉള്ളിൽ നിന്ന് തോറ്റുകൊടുക്കരുത്, വിട്ടുകൊടുക്കരുത്, പുറകോട്ട് പോകരുത്, ഇപ്പോൾ വിട്ടുകൊടുത്താൽ പിന്നെ ഇല്ല, വിജിലച്ച നീ ഇല്ല, ശുശ്രൂഷ ഇല്ല, തീർന്നു. നമ്മൾ വല്ലാതെ കടന്ന് അസ്വസ്ഥപ്പെടാൻ തുടങ്ങി. പുറമെ നിന്ന് നമ്മുടെ ബലഹീനതകളിൽ ശക്തമായിട്ട് പിശാച് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ എവിടെയോ ഒരു ദൈവത്തിന്റെ ഒരു നേർത്ത സ്വരം ഉള്ളിൽ നിന്ന് ഇങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് തന്നുകൊണ്ടിരിപ്പുണ്ട്. കർത്താവിന്റെ വലിയ കരുതൽ സ്നേഹമായിട്ട് എനിക്ക് തോന്നുന്നൊരു 3-4 ദിവസങ്ങള് ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ, രാവും പകലും ഒന്നും ഉറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഈ പൈശാചിക സ്വരത്തെ മറികടക്കാൻ ഞാൻ എടുത്തൊരു ഭാരമുണ്ടല്ലോ, ഒരു ആന്തരിക മനുഷ്യന്റെ, ഒരു ആത്മീയ മനുഷ്യന്റെ ഭാരമുണ്ടല്ലോ. ആർക്കും പറഞ്ഞാൽ മനസ്സിലാകില്ല. അത്രമാത്രം ചങ്കുലയ്ക്കുന്ന, അത്രമാത്രം അസ്വസ്ഥപ്പെട്ട്, അത്രമാത്രം ഭാരപ്പെട്ട് നിന്നപ്പോ അവിടെ കർത്താവിന്റെ സ്വരം കേട്ടില്ലായിരുന്നെങ്കിൽ പിന്നീട് ഒരിക്കലും ഒരു ശുശ്രൂഷ ജീവിതം ഈ പറയുന്ന എനിക്കുണ്ടാകില്ലായിരുന്നു. അതോടെ അവസാനിച്ചേനെ. ഹല്ലേലൂയ.